ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ ബാലൻസ് വന്ന ഇഡ്ഡലി വെച്ചാണ് ഞാൻ വട തയ്യാറാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുമ്പോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാവിലെ തയ്യാറാക്കിയതിൻ്റെ ബാലൻസ് ഇത്രയും ഇഡ്ഡലി ഉണ്ട്. ഈ ഇഡ്ഡലി വെച്ചാണ് ഞാൻ വട തയ്യാറാക്കുന്നത്. ഞാൻ ഇത്ര ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇഡ്ഡലി തയ്യാറാക്കിയപ്പോൾ തന്നെ ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും കറിവേപ്പിലയും ഇത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ ഇഡ്ഡലി തയ്യാറാക്കിയത്. നമുക്ക് അതിന് വേണ്ടി ഒരു ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇഡ്ഡലിയുടെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സെൻറ്ററിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും ഒരു നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ട്. വലിയ ഇഡ്ഡലിയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ച് നമുക്കിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ചെറിയ ഇഡ്ഡലിയാണ്, അതുകൊണ്ട് ഷേപ്പിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ബാലൻസ് ഉള്ളതും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടുത്തത് ഇതിന് വേണ്ടി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് ഇഡ്ഡലി മാവ് തന്നെയാണ് ഞാൻ എടുത്തേക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി മാവ് തന്നെയാണ് ഞാൻ എടുത്തേക്കണേ. നല്ല പതഞ്ഞ് പൊങ്ങിയതായതുകൊണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് സോഫ്റ്റും അതുപോലെ നന്നായിട്ട് പതഞ്ഞ് മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കുറുക്കിയ ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലോട്ട് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കണം ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഇഡ്ഡലി മാവിന് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുവേണ്ടി അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഓരോന്നും ഈ ബാറ്ററിലോട്ട് മുക്കി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ബാറ്ററിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കാം നമുക്ക്. തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കണം, എന്നാലാണ് ഉൾവശവും നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഞാനിന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് എണ്ണ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് തൂക്കി കൊടുക്കണം, അന്നേരം നന്നായിട്ട് വീർത്തൊക്കെ കിട്ടും. നമ്മുടെ അവസാനത്തെ വടയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് കൊടുത്താൽ മതി, അന്നേരം നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എന്നാൽ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. നമ്മുടെ വടയെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും ഉഴുന്നുവടേനെപ്പോൾ തന്നെയാണ് കിട്ടിയേക്കണേ. ഞാൻ ഓർമ്മ നിങ്ങളൊന്ന് കാണിക്കാം. നല്ല ഇതുമാത്രം ക്രിസ്പി ആയിട്ടാണ് കിട്ടിയേക്കണം, കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വട ഇവിടെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.